യെസ്, നാളെ കളക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. നാളെ തന്നെ നടപടി സ്വീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാ നടപടിക്രമങ്ങളും നാളെ മുതൽ വളരെ സ്പീഡിൽ പോകും. അല്ല, അവരെല്ലാം ഇങ്ങോട്ട്, കാരണം ഈ 5 പഞ്ചായത്തിൽ വെള്ളപ്പൊക്കത്തിൻ്റെ പ്രയാസം ഉണ്ടാകുന്നുള്ളതുകൊണ്ട് ഇപ്പോൾ 2 മഴ പെയ്ത് കഴിഞ്ഞാൽ ആ പഞ്ചായത്തിലെ ആളുകൾ പ്രയാസം. മാത്രമല്ല കോടിക്കണക്കിന് മത്സ്യങ്ങൾ അവിടെ വളർത്തുന്നുണ്ട്. ഇപ്പോൾ അവിടെ തന്നെ ഒരാൾ പറഞ്ഞത് 2 കോടിയുടെ ചെമ്മീൻ ഉൾപ്പെടെ വളർത്തുന്ന ഒരുപാട് കേന്ദ്രങ്ങളുണ്ട്. അപ്പോൾ അത്തരം കേന്ദ്രങ്ങളെല്ലാം വലിയ അപകടത്തിലേക്ക് പോകും. അപ്പം ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവരെയും നമുക്ക് രക്ഷിക്കണം. ഇവിടെ ഡ്രഡ്ജ് ചെയ്ത് തൊഴിലാളിക്ക് പണിക്ക് പോകാനുള്ള സംവിധാനം ഉണ്ടാക്കണം. 2 സമാന്തരമായി നടക്കും. അതെ, മണ്ണ് മാറ്റുന്നതിന് തടച്ചിലുണ്ടായി, പൊഴി മുറിക്കുന്നതിന് തടച്ചിലുണ്ടായി. അതെല്ലാം അവരെ ബോധ്യപ്പെടുത്തി. അത് ബോധ്യപ്പെടുത്തിയ അടിസ്ഥാനത്തിൽ അവിടെ അവരുടെ സഹകരണത്തോടുകൂടി പൊടി മുറിക്കാനാണ് ഗവൺമെൻറ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്താണോ അവരുടെ നിയമം, ആ നിയമം അനുസരിച്ച് നടപ്പാക്കും. അത് പ്രകാരം അത് പൊടി മുറിച്ചേ പറ്റും. കാരണം 5 പഞ്ചായത്ത് വെള്ളത്താൽ പ്രയാസം ഉണ്ടാകും, കോടിക്കണക്കിനുള്ള മത്സ്യസമ്പത്ത് നഷ്ടപ്പെടും എന്ന് വരുമ്പോൾ അത് മുറിക്കുകയും വേണം. എടുത്ത മണ്ണ് മാറ്റി എങ്കിൽ മാത്രമേ പുതിയ ഡ്രഡ്ജ് ചെയ്ത് മണ്ണിടാൻ പറ്റൂ. പുതിയ ഡ്രഡ്ജർ കൊണ്ടുവരണം. നിലവിലുള്ള ഡ്രഡ്ജറിൻ്റെ ശക്തി, കപ്പാസിറ്റി കൂട്ടി കൂടുതൽ മണ്ണ് ഡ്രഡ്ജ് ചെയ്ത് മാറ്റുകയും വേണം. വളരെ ലളിതമായി ചോദിച്ചാൽ മിനിസ്റ്റർ പറഞ്ഞു സാധ്യമായതെല്ലാം ചെയ്തു എന്ന് പറഞ്ഞു. സെപ്റ്റംബറിൽ തുടങ്ങേണ്ട ഡ്രഡ്ജിംഗ് ആണ് ഡിസംബർ കഴിയുമ്പോൾ തുടങ്ങുന്നത്. സെപ്റ്റംബറിൽ ശരിക്കും പറഞ്ഞാൽ അദാനി ഗ്രൂപ്പ് ചെയ്യേണ്ടതായിരുന്നു. അത് അദാനി ഗ്രൂപ്പിന്റെ ഒരു ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ട്, പണം നൽകുന്നതിൽ വീഴ്ച സംഭവിച്ചു. അത് കാരണം ഡ്രഡ്ജിംഗ് വൈകി. ഇതൊക്കെ ശരിയായ കാര്യങ്ങളല്ലേ? അങ്ങ് മനസ്സിലാക്കേണ്ട 18/12/2024 ടെൻഡർ ചെയ്ത് RTF ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന കമ്പനിക്ക് നമ്മൾ കരാർ വെച്ചു. അതായത് ഡിസംബർ മാസത്തിൽ കരാർ വെച്ചു. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ഇത്രയും മാസത്തിന് മുമ്പ് നമ്മൾ കരാർ വെച്ചു. പക്ഷേ ഈ എടുത്ത കമ്പനി, ആ കമ്പനിക്ക് ഇത് ഡ്രഡ്ജ് ചെയ്യാൻ കഴിയുന്ന കപ്പാസിറ്റിയുള്ള ഡ്രഡ്ജർ അവർക്ക് സ്വന്തമായിട്ടില്ല. അയാൾ ഇത് ഹയർ ചെയ്യാൻ പോയി. അയാൾ ഹയർ ചെയ്യാൻ പോയപ്പോൾ അയാൾക്ക് വേണ്ടത്ര ഈ കപ്പാസിറ്റിയുള്ള ഡ്രഡ്ജർ കിട്ടിയില്ല. അതിന് പകരമായി കിട്ടാതെ വന്നപ്പോൾ അടിയന്തരമായി നമ്മൾ ചേറ്റുവയിൽ നമ്മുടെ ഹാർബറിൻ്റെ ഒരു പ്രവൃത്തി നടക്കുന്ന സ്ഥലത്തു നിന്നാണ് ഇപ്പം നിലവിലുള്ള ഡ്രഡ്ജർ കൊണ്ടുവന്നത്. അതുകൊണ്ട് ആ കപ്പാസിറ്റി കുറഞ്ഞ ഒരു കോൺട്രാക്ടറുടെ കയ്യിൽ ആവശ്യമായ എക്യുപ്മെൻറ്റ്സ് ഇല്ലാതെ വന്നതാണ് ഒരു പ്രശ്നം വന്നത്. എന്നാൽ നമ്മളത് പരിഹരിച്ചുകൊണ്ട് തന്നെ ചേറ്റുവായിൽ നിന്ന് കൊണ്ടുവന്നു. ഇനി എന്താണെന്ന് ചോദിച്ചാൽ സംഭവിച്ചത് അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ അടിഞ്ഞുകൂടിയ മണ്ണ് കഴിഞ്ഞ 20 വർഷത്തിനുള്ളിൽ, ഞാൻ പറയാം, ഇവിടെ മത്സ്യത്തൊഴിലാളി നേതാക്കന്മാർ തന്നെ പറഞ്ഞാണ്, 20 വർഷത്തിനുള്ളിൽ ഉണ്ടായ ഏറ്റവും വലിയ മണൽ കയറ്റമാണ്. അതായത് കടൽക്ഷോഭത്തിൻ്റെയോ അല്ലെങ്കിൽ പ്രകൃതിക്കുണ്ടായ പ്രയാസത്തിൻ്റെയോ കടലുണ്ടായ എന്തെങ്കിലും പ്രക്ഷുബ്ധ അവസ്ഥയുടെ ഭാഗമായിട്ടാണ് ഇത്രയും മണൽ അവിടെ കടന്നുകൂടിയിരിക്കുന്നത്. ഡ്രഡ്ജിങ്ങിൻ്റെ പ്രശ്നം മാത്രമല്ല, ഇത്രയും മണൽ ഈ 12-ാം തീയതിക്ക് ശേഷം, അങ്ങനെ ഈ മാസം 12-ാം തീയതി മുതലാണ് ഇത്രയും മണൽ അവിടെ കയറുന്നത്. 12-ാം തീയതിക്ക് മുമ്പ് തന്നെ നമ്മളവിടെ ഡ്രഡ്ജിങ് ആരംഭിച്ചു. അപ്പോൾ ഇത്രയും മണൽ കടന്നു വന്നപ്പോൾ അത്രയും മണൽ മാറ്റാനുള്ള സംവിധാനം ഇപ്പോൾ ഉണ്ടാക്കാന്നുള്ളതാണ് നമ്മുടെ മുമ്പിൽ. സെപ്റ്റംബറിൽ ഡ്രഡ്ജ് ചെയ്ത് തുടങ്ങി, ഡിസംബറിൽ അവസാനിച്ച് ഡിസംബറിൽ അടുത്ത പരിപാടി തുടങ്ങണം എന്നുള്ളതാണ് നമ്മുടെ വ്യവസ്ഥ. പക്ഷേ ആ സമയത്ത് ആ പ്രവർത്തനം തീർന്നില്ല. ഡിസംബർ കഴിഞ്ഞ് ഈ മാസമാണ് സെപ്റ്റംബറിൽ നടക്കേണ്ട പണി നടക്കുന്നത്. ഇത്ര വലിയ തോതിൽ ഒരു അപകട സാധ്യതയിലേക്ക് വന്നതിന് കാരണം അതുകൂടിയല്ലേ? അദാനി ഗ്രൂപ്പ് പൈസ തന്നില്ല. അല്ല, അദാനി ഗ്രൂപ്പിന്റെ പൈസ നമ്മൾ 2 കോടി, ഞാൻ പറയാം, 2 കോടി 5 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് കൊടുത്തു. ആ പണം കിട്ടുന്നത് നോക്കിയില്ല. ആ പണം കിട്ടിയോ കിട്ടിയില്ല എന്നത് ഗവൺമെൻറ് വിഷയമല്ല. അത് കൊടുത്തു കഴിഞ്ഞാൽ 18/12 തന്നെ എസ്റ്റിമേറ്റ് പ്രകാരം ടെൻഡർ എക്സിക്യൂട്ട് ചെയ്തു. അതങ്ങ് മനസ്സിലാക്കുക. അതിന് മുമ്പ് അദാനി ഗ്രൂപ്പ് നമ്മൾ തീരുമാനിക്കുക പ്രകാരം 5 മീറ്റർ താഴ്ചയിൽ ഈ മണൽ മാറ്റുന്നതിന് അവർക്ക് വേണ്ടത്ര കഴിയാതെ വന്നുകൊണ്ടാണ് അവരെ ഒഴിവാക്കി ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗത്തെ നമ്മൾ ഏൽപ്പിക്കുന്നത്. നമ്മൾ ആ നടപടിക്രമങ്ങൾ പ്രോപ്പറായി തന്നെ ചെയ്തു. പക്ഷേ ഇത്രയും മണൽ കയറുമെന്ന പ്രതീക്ഷ നമുക്കില്ല. ഇത് ഒരു പ്രതിഭാസമാണ്. ഇപ്പോൾ ഈ പ്രതിഭാസം ഉണ്ടായത് ഈ 12-ാം തീയതിക്ക് ശേഷമാണ്. ഈ മാസം 12-ന് ശേഷം ഇപ്പോൾ 4 ദിവസം കൊണ്ടാണ് ഈ പ്രതിഭാസം ഏറ്റവും കൂടുതൽ ശക്തമായത്. അതിനു മുമ്പ് അത്രയും മണലില്ല. നമ്മുടെ ഈ ഡ്രഡ്ജർ കൊണ്ട് തന്നെ നമുക്ക് മാറ്റാമായിരുന്നു. ഇതായിരുന്നു വസ്തുത. 80,000 ക്യൂബിക് മീറ്റർ മണൽ മാറ്റാനാണ് കരാറുള്ളത് നിലവിൽ. ഇപ്പൊ നിലവിൽ എത്ര ക്യൂബിക് മീറ്റർ മണൽ അവിടെ അടിഞ്ഞിട്ടുണ്ടാകും? ഇതെങ്ങനെയാകും മാറ്റുക എന്നുള്ളൊരു ആക്ഷൻ പ്ലാൻ നമ്മുടെ കൈവശം ഉണ്ടോ? ആക്ഷൻ പ്ലാൻ തയ്യാറാക്കാൻ ഉദ്യോഗസ്ഥന്മാരെ ചുമതലപ്പെടുത്തി അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ചേറ്റുവായിൽ നിന്നുള്ള ഡ്രഡ്ജർ കൊണ്ടുവന്ന് പണി ആരംഭിച്ചത്. ഇനിയിപ്പോൾ തുടർന്നുള്ള ദിവസം നാളെ മുതൽ ഇതിൻ്റെ ഒരു മാസ്റ്റർ പ്ലാൻ തന്നെ തയ്യാറാക്കും. ആക്ഷൻ പ്ലാൻ, ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും. സമയബന്ധിതമായി 2ാമത്തെ ഡ്രഡ്ജർ വന്നു കഴിഞ്ഞാൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ മണൽ മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു പ്ലാൻ തയ്യാറാക്കിയ പ്ലാൻ അടിസ്ഥാനം നടപ്പാക്കും. എത്ര ദിവസത്തിനൊക്കെ? ഇന്ന് ഫിഷറീസ് വകുപ്പിലെ ഉദ്യോഗസ്ഥർ ന്യൂനപക്ഷ കമ്മീഷണർ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ പറയുന്നത് 1 മാസത്തിനകം ഈ മണൽ മുഴുവനായി മാറ്റി പഴയ രൂപത്തിൽ പൊഴിയാക്കാൻ കഴിയുന്നതാണ്. മിനിസ്റ്ററുടെ ഒരു വാക്കും ഉറപ്പും എന്താണ് ഇക്കാര്യത്തിൽ? നമുക്കതൊരു
തൊഴിലാളികൾക്ക് ആവശ്യമാണല്ലോ. അല്ല മത്സ്യബന്ധനത്തിന് നമ്മളിപ്പോൾ പോകാൻ കഴിയും. ഇപ്പം നമ്മൾ 26-ാം തീയതി രണ്ടാമത്തെ ഡ്രെഡ്ജർ കൊണ്ടുവരാൻ കഴിയുമെന്നാണ് ധരിക്കുന്നത്. 26-ാം തീയതി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്കൊരു 10 ദിവസം ഉണ്ടെങ്കിൽ നിലവിലുള്ള മെഷീൻ സമയം കൂട്ടി 10 മണിക്കൂർ 20 മണിക്കൂറാക്കി ഡ്രെഡ്ജിങ് ആരംഭിക്കുകയും ചെയ്താൽ നമുക്ക് മാറ്റാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. അത്രയും ദിവസം വേണ്ടി വരും. നമ്മൾ വസ്തുതയായിട്ട് പറയണമല്ലോ. അപ്പോൾ ഒരു 10-20 ദിവസം കുറഞ്ഞത് ഇപ്പോൾ അടിഞ്ഞുകൂടിയ മണ്ണ് വളരെ വലിയ ക്വാണ്ടിറ്റിയാണ്. അടിഞ്ഞുകൂടിയ മണ്ണ് മാറ്റുന്നതിന് വേണം. അത് മാറ്റുന്നതിന് എല്ലാവരും സഹകരിച്ചാൽ ഈ പറയുന്ന ദിവസം കൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാം.